ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ വന്നിട്ടുള്ളത് ഹെമി നെറ്റ്വർക്കിൻ്റെ മെയിൻ നെറ്റിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. ഓൾറെഡി നമ്മൾ മാസങ്ങളായിട്ട് ടെസ്റ്റ് നെറ്റ് ഫാം ചെയ്തതായിരുന്നു. ഇപ്പോൾ മെയിൻ നെറ്റാണ് റണ്ണിങ് ആയിട്ടുള്ളത്. എല്ലാ അപ്ഡേറ്റ്സും ടെലഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ നെറ്റിൻ്റെ വീഡിയോ ഡിലേ ആവാൻ കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ നെറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് മെയിൻ നെറ്റുകൾ വേണ്ട, ടെസ്റ്റ് നെറ്റ് മാത്രം മതി, മെയിൻ നെറ്റ് ചെയ്യാൻ ഫണ്ട് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ മെയിൻ നെറ്റിൽ ഹെമിയിൽ ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ളൊരു ടാസ്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് നെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മെയിൻ നെറ്റിൽ ഈ ഒരു ടാസ്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും. അതുപോലെ തന്നെ മെയിൻ നെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒരുപാട് എനിക്ക് മെസ്സേജ് ചെയ്തു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലേറ്റ് ആയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ, നിങ്ങൾക്ക് ഈസിലി എയർ ഡ്രോപ്പിൽ നല്ല പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, എത്രത്തോളം വോളിയം നിങ്ങൾ ഹെമി ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ഹെമി നെറ്റ്വർക്കിൻ്റെ മെയിൻ നെറ്റിൽ ജനറേറ്റ് ചെയ്യുന്നോ അത്രത്തോളം പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, അത്രത്തോളം എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്തവർക്കും എയർ ഡ്രോപ്പ് ഉണ്ട്, മെയിൻ നെറ്റ് ചെയ്യുന്നവർക്കും എയർ ഡ്രോപ്പ് ഉണ്ട്. ടെസ്റ്റ് നെറ്റ് ചെയ്തവർ നിർബന്ധമായിട്ടും മെയിൻ നെറ്റ് ചെയ്യണം എന്നൊന്നുമില്ല, പക്ഷേ മെയിൻ നെറ്റിൽ ഒരു സിംഗിൾ ടാസ്ക് ഉണ്ട്, അത് നിർബന്ധമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി ടെസ്റ്റ് നെറ്റ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻ നെറ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് നെറ്റ് ചെയ്തവർക്ക് മാത്രമല്ല മെയിൻ നെറ്റ് ചെയ്യാൻ പറ്റുക, പുതുതായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മുടെ 10K ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെമി മെയിൻ നെറ്റും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റ് നെറ്റ് ചെയ്തവർ ഈ സിംഗിൾ ടാസ്ക് മാത്രം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മെയിൻ ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. മെയിൻ നെറ്റ് ചെയ്യുന്നവർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും മാക്സിമം ഫോളോ ചെയ്ത് മാക്സിമം വോളിയം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്റ്റേക്കിംഗ് മാത്രം $500 മില്യൺ പാസ് ചെയ്ത് കഴിഞ്ഞു ഹെമി നെറ്റ്വർക്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾ ഈ ഒരു ഫണ്ട് മുടക്കുന്നതുകൊണ്ട് എത്രത്തോളം എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് നമുക്ക് ഫിക്സ് ചെയ്ത് പറയാനൊന്നും പറ്റില്ല. അതെല്ലാം എയർ ഡ്രോപ്പ് അലോക്കേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് പറയാൻ പറ്റുക. ഓക്കെ, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ മാത്രമാണ്. എങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ നെറ്റിൽ പങ്കെടുക്കാം എന്നുള്ളത്. നമുക്ക് ഒരു എയർ ഡ്രോപ്പൊന്നും ഇത്ര ഗ്യാരണ്ടീഡ് റിവാർഡ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല, ഞാനത് പറയുന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ ഫണ്ട് ചിലവാക്കുന്നതൊന്നും നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. നമ്മൾ ചെയ്യുന്ന സ്റ്റേക്കിങ്, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, സ്വാപ്പിങ് കാര്യങ്ങളൊക്കെയാണ്. ഫണ്ട് നമ്മളുടെ കയ്യിൽ തന്നെയാണുള്ളത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അൺസ്റ്റേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ചെറിയൊരു ഗ്യാസ് ഫീ ഫണ്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും, അത്രയേ ഉള്ളൂ. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഗ്യാസ് ഫീ പോകുള്ളൂ. കാരണം ഹെമി നെറ്റ്വർക്കിലാണ് എല്ലാ ട്രാൻസാക്ഷൻസും. ഇതേറെ മെയിൻ നെറ്റുമായിട്ട് ഒരു കണക്ഷനും നമ്മൾ വരുത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയ ഗ്യാസ് ഫീ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗ്യാസ് ഫീ എങ്കിലും മുടക്കാൻ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക. ഏത് മെയിൻ നെറ്റ് ആയാലും അതിന്ന് എത്രത്തോളം എയർ ഡ്രോപ്പ് കിട്ടണം എന്നൊരു ഉറപ്പുമില്ല. ആ കാര്യം ഞാനിപ്പോൾ തന്നെ എടുത്തു പറയുകയാണ്. ഓക്കെ, ഏത് ടാസ്ക്കാണ് എല്ലാവരും ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ഈ ഡെമോസിൻ്റെ വെരിഫിക്കേഷനാണ്. നമ്മൾ ടെസ്റ്റ് നെറ്റിൽ ഓൾറെഡി ഒരു പ്രാവശ്യം വെരിഫൈ ചെയ്തതാണ്. മെയിൻ നെറ്റ് സീസൺ കഴിയുന്നതിന് മുൻപ് 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വെരിഫൈ ചെയ്തിരിക്കണം. അവിടെ കാണാൻ പറ്റും, എ മിനിമം ഓഫ് 2 വെരിഫിക്കേഷൻ ഈ റിക്വയർഡ് പ്രയർ ടു മെയിൻ നെറ്റ് സീസൺ 1 എൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള EPOS 2 ആണ്. EPOS 1 വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. മെയിൻ നെറ്റ് സീസൺ കഴിയുന്നതിന് മുൻപ് മിനിമം 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഡിമോസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്തവർ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം. നിങ്ങളിനി EPOS 1 വെരിഫൈ ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിലും EPOS 2 ചെയ്തിരിക്കണം. ഓക്കെ, EPOS 1 ചെയ്യാത്ത ആൾക്കും EPOS 2 ചെയ്യാൻ പറ്റും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടാസ്ക് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് നെറ്റ് ചെയ്തവരും ചെയ്യണം. ഓക്കെ, ടെസ്റ്റ് നെറ്റിൽ നമ്മൾ ഓൾറെഡി ഡിമോസ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. മിസ്സാക്കിയവർക്കും ഇത് ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു പേജിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ലിങ്ക് താഴെ കൊടുക്കാം. റെഫറൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ലിങ്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോഡ് എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ആവും. 20% ബോണസ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് വരുന്ന സമയത്ത് കിട്ടും. ഓക്കെ, ഇനി എൻ്റെ റെഫറൽ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ട്വിറ്ററിൻ്റെ പോസ്റ്റ് താഴെ കൊടുക്കാം ഹെമി നെറ്റ്വർക്കിനെ പറ്റിയിട്ടുള്ള. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ കോഡ് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അവിടെ നിന്നും കിട്ടുന്ന ഒരു കോഡ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ ശേഷം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് തന്നെ റെഫറൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ കോഡ് കോപ്പി ചെയ്യുക. ഞാൻ ട്വിറ്റർ പോസ്റ്റ് താഴെ കൊടുക്കാം. അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ കോഡ് ഇതാണ്, എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെപ്പോലെ തന്നെ വേറെ വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, നമ്മളുടെ കമ്മ്യൂണിറ്റിയുള്ള മെമ്പേഴ്സിന് നിങ്ങളുടെ കോഡ് യൂസ് ചെയ്യാം, അവരുടെ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫറൽസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. റെഫറൽസിന് മാത്രമല്ല ഇമ്പോർട്ടൻസ്, ട്രേഡിംഗ് വോളിയം അല്ലെങ്കിൽ ഈ ഒരു ഹെമി നെറ്റ്വർക്കിലുള്ള എത്രത്തോളം വോളിയം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അല്ലാതെ ടെലഗ്രാം എയർ ഡ്രോപ്പുകളെ പോലെ റെഫറൽസിന് മാത്രമല്ല പോയിന്റ് ഉള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കോഡ് വേണ്ടവർ മാത്രം യൂസ് ചെയ്യുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, ട്വിറ്റർ പോസ്റ്റിലേക്ക് പോവുക. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കിട്ടുന്നൊരു കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, റെഫറൽ എടുക്കുക.
അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടാസ്കിലേക്ക് തന്നെയാണ്. ആദ്യം ടെസ്റ്റ് നെറ്റ് ചെയ്തവർ നിർബന്ധമായിട്ട് ചെയ്യണം. മെയിൻ നെറ്റ് ചെയ്യുന്നവർ ഒബ്വിയസ്ലി 2 പ്രാവശ്യം മിനിമം ചെയ്തിരിക്കണം. ഓക്കെ, ഈ വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെറ്റ്വർക്ക് ഹെമി ചൂസ് ചെയ്യുക. ഓക്കെ, ഹെമി നെറ്റ്വർക്കിലാണ് നമ്മൾ ഈ ഒരു ഡെമോസ് ID അല്ലെങ്കിൽ മീ ID മിൻറ്റ് ചെയ്യേണ്ടതും വെരിഫൈ ചെയ്യേണ്ടതും. ഓക്കെ, വേറെ നെറ്റ്വർക്കിലായിട്ട് കാര്യമില്ല. ആ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ഓൾറെഡി ടെസ്റ്റ് നെറ്റിലും മെയിൻ നെറ്റിലും ഈ ഒരു മിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തതാണ്. മിൻറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് $2.5 വർത്തായിട്ടുള്ള ഹെമി ഇതേറിയമാണ്. ഓക്കെ, ഹെമി നെറ്റ്വർക്കിലുള്ള ഇതേറിയം നമ്മളുടെ കയ്യിൽ വേണം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഹെമി നെറ്റ്വർക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, കസ്റ്റമിലേക്ക് പോയി ഹെമി നെറ്റ്വർക്കിലെത്തി. ഇതെങ്ങനെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ കുറച്ച് ഹെമി നെറ്റ്വർക്കിൽ കുറച്ച് ഇതേറിയം കിടക്കുന്നുണ്ട്. 0.0016 ഇതേറിയം എൻ്റെ ഹെമി നെറ്റ്വർക്കിലുണ്ട്. ഓക്കെ, ഇതേറിയം നെറ്റ്വർക്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല, വേറൊരു ബ്ലോക്ക് ചെയിനിൽ ഉണ്ടായിട്ട് കാര്യമില്ല, ഹെമി നെറ്റ്വർക്കിൽ തന്നെ വേണം. ഓക്കെ, ഇതുപോലെ ഇവിടെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ $2.5 നിങ്ങൾക്ക് എന്ത് വേണം, മിനിമം നിങ്ങളുടെ കയ്യിൽ ടെസ്റ്റ് നെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും വേണം. ഈ ഒരു ഓൺലി മീ ID മിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മാർച്ച് 12 മിൻറ്റ് ചെയ്തതാണ്. ടെസ്റ്റ് നെറ്റിൽ ഞാൻ മിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും മിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, വെരിഫൈയും ചെയ്തിട്ടുണ്ടാവും. മെയിൻ നെറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, മിൻറ്റ് ചെയ്യണം. $2.5 ആണ് ഇതിന് ചിലവ് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വെരിഫൈയും ചെയ്യണം. അപ്പോൾ ടോട്ടലി നിങ്ങളുടെ കയ്യിൽ ഒരു $3 ഉണ്ട് എന്നുണ്ടെങ്കിൽ, $3 വർത്തായിട്ടുള്ള ഇതേറിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാനും പറ്റും, 2 പ്രാവശ്യം വെരിഫൈ ചെയ്യാനും പറ്റും. $3 ഒന്നും വേണ്ട, എങ്കിലും ഒരു സേഫ്റ്റിക്ക് ഞാൻ പറയുന്നതാണ്. $3 വർത്തായിട്ടുള്ള ഇതേറിയമെങ്കിലും മിനിമം നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റിലേക്ക് ഹെമി നെറ്റ്വർക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിലേക്ക് വരിക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇവിടെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ, ഹെമി ഫാം ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാലറ്റ് കണക്ട് ചെയ്യുക ആദ്യം. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആഡ് ഹെമി ടു യുവർ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതെന്ത് ചെയ്യുക, ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് കൺഫർമേഷൻ വരും. അതെന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് ഞാൻ ഈ കാണിച്ച പോലെ ഹെമി നെറ്റ്വർക്ക് ആഡ് ആയത് കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് സ്വാപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്, ട്രേഡ് ചെയ്യാനുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എല്ലാം ചെയ്യാൻ നമുക്ക് നമ്മളുടെ കയ്യിൽ ഇതേറിയം ഹെമി നെറ്റ്വർക്കിൽ വേണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, റിലേയിലേക്ക് വരാം. ഓക്കെ, റിലേയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതൊരു ബ്രിഡ്ജ് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഹെമിയുടെ തന്നെ ബ്രിഡ്ജ് ടണലിംഗ് സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേറിയം മെയിൻ നെറ്റാണ്. ഇതേറിയം മെയിൻ നെറ്റിൽ ഗ്യാസ് ഫീ തന്നെ $10-20 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേ ആണ്. റിലേയുടെ ബ്രിഡ്ജാണ്. റിലേ ബ്രിഡ്ജ് ആകുമ്പോൾ നമുക്ക് ബേസ് നെറ്റ്വർക്കിലുള്ള ഇതേറിയം എന്താക്കാം, ഹെമി നെറ്റ്വർക്കിലുള്ള ഇതേറിയമായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനാദ്യം ചെയ്യേണ്ടത് റിലേയിലേക്ക് വരിക, കണക്ട് വാലറ്റ് കൊടുക്കുക. നിങ്ങൾ ഏത് വാലറ്റാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു വാലറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മെറ്റാമാസ്കോ OKX വാലറ്റോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ട്. കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ എത്രത്തോളം ബേസ് ഇതേറിയം ഉണ്ട് എന്ന് കാണാം. ഓക്കെ, എൻ്റെ കയ്യിൽ ബേസ് നെറ്റ്വർക്കിൽ ഏകദേശം $22 വർത്തായിട്ടുള്ള ഇതേറിയം ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഏത് ടോക്കണാണ് എനിക്ക് വേണ്ടത് അതാണ് നമ്മളോട് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട ചെയിൻ ആദ്യം സെലക്ട് ചെയ്യണം. നമുക്ക് വേണ്ട ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെമിയാണ്. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഹെമി. ഓക്കെ, ഹെമി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെമി കിട്ടും. ഹെമിയിൽ നമ്മൾക്ക് വേണ്ട ടോക്കൺ ഇതേറിയമാണ്. ഓക്കെ, അതും സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ബേസ് നെറ്റ്വർക്കിലുള്ള ഇതേറിയം ഹെമി നെറ്റ്വർക്കിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എങ്ങനെ ബേസ് നെറ്റ്വർക്കിലേക്ക് ഇതേറിയം കൊണ്ടുവരാം ആ കാര്യം നിങ്ങൾക്ക് അറിയോ? ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് നെറ്റ്വർക്ക് മാറ്റിയതിന് ശേഷം ബേസിലേക്ക് വരിക. ഓക്കെ, ഞാനിവിടെ ബേസിലേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ ബേസിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സ് കാണാൻ പറ്റും. ഈ ഒരു അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. ഏത് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, വൈബിറ്റോ ബിനാൻസോ എവിടെ ആയിക്കോട്ടെ. ഇത് ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ അറിയുന്നവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കളിയാക്കാൻ പറയുന്നതല്ല. ആ കാര്യം മനസ്സിലാക്കുക. ടൈം വേസ്റ്റ് ചെയ്യാനോ അല്ല. അത് അറിയാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ എക്സ്ചേഞ്ചിലേക്ക് പോവുക, അവിടെ വിഡ്രോ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇതേറിയം വേണം കേട്ടോ. കുറച്ച് ഇതേറിയം വാങ്ങുക സ്പോട്ടിൽ. എന്നിട്ട് വിഡ്രോ ക്ലിക്ക് ചെയ്യുക, കോയിൻ ഇതേറിയം സെലക്ട് ചെയ്യുക. ഞാനിവിടെ കോപ്പി ചെയ്ത ഈ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെറ്റ്വർക്ക് എപ്പോഴും ബേസ് ചൂസ് ചെയ്യുക. ഓക്കെ, എന്നാലേ ഇവിടെ ബേസ് ഇതേറിയമായിട്ട് വരുള്ളൂ. ഓക്കെ, നെറ്റ്വർക്ക് ബേസ് ചൂസ് ചെയ്യുക. അതിനുശേഷം വിഡ്രോ അടിക്കുക. വിഡ്രോ അടിച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബേസ് നെറ്റ്വർക്കിൽ ഇതേറിയം ഇതുപോലെ ബേസ് എന്നുള്ള ഇതേറിയം ഇവിടെ എത്തും. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ബേസ് നെറ്റ്വർക്കിൽ എത്തി. എന്നിട്ട് ഞാൻ കാണിച്ച പോലെ ഈ ടോക്കൺസ് രണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്രത്തോളം വേണോ അത്രത്തോളം ഇതേറിയം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഹെമിയിലേക്ക്. ഓക്കെ, ഞാനിവിടെ ഒരു $11 ആണ് സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ സ്വാപ്പ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേസ് നെറ്റ്വർക്കിലുള്ള ഇതേറിയം ഹെമി നെറ്റ്വർക്കിലേക്ക് വരും. ഓക്കെ, ഗ്യാസ് ഫീ കാണാൻ പറ്റും. $0.01 മാത്രമേ ഉള്ളൂ. വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൽ കൺഫർമേഷൻ വരും. ഇതുപോലെ വാലറ്റിൽ കൺഫർമേഷൻ വരും. ഇവിടെ നമുക്ക് കാണാം എത്രത്തോളം ഗ്യാസ് ഫീ വരുന്നുണ്ട് എന്നുള്ള കാര്യം. വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണ് വരുന്നത്. ഓക്കെ,
കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഓർഡർ ഫില്ലാവാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റിയിൽ വന്നാലും ഇത് കാണാൻ പറ്റും എത്രത്തോളം കംപ്ലീറ്റ് ആയില്ലേ, പെൻഡിങ് ആണോ, ഫെയിൽ ആയോ എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ടോക്കൺ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാതിരിക്കുക. മാക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബേസ് ഇതുവരെ മുഴുവനായിട്ടും സെലക്ട് ആവും. പിന്നെ ഗ്യാസ് ഫീ കൊടുക്കാനുള്ള ചെറിയ എമൗണ്ട് നിങ്ങളുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവില്ല. ഓക്കെ, ആ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയില്ല. ഓക്കെ, അപ്പോൾ മാക്സ് ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്വാപ്പ് അല്ലെങ്കിൽ ബ്രിഡ്ജിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 12 മിനിറ്റോളം ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കാവാൻ വേണ്ടി. അപ്പോൾ 1 മിനിറ്റ് കൊണ്ടൊന്നും അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തവർ ചെയ്യരുത്. 1 മിനിറ്റ് കൊണ്ടൊന്നും ആവില്ല, സമയം എടുക്കും. ആ സമയം കൊടുക്കുക. ഈ പേജ് റിഫ്രഷ് ഒന്നും ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. 12, 13, 15 മിനിറ്റൊക്കെ എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ റിലേയിലെ പണി കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ബേസ് ചെയിനിലെ നെറ്റ്വർക്കിലുള്ള ഇതേറിയം ഹെമി നെറ്റ്വർക്കിലേക്ക് മാറ്റി. അതാണ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡെമോസ് എൻറോൾമെൻ്റ് ആണ് ആദ്യം. ഓക്കെ, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഹെമി നെറ്റ്വർക്കിലാണ് ആദ്യം. മിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിൻറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ, ഇവിടെ മിൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ഞാനിപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ബ്ലാസ്റ്റ് നെറ്റ്വർക്കിലാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഹെമിയിൽ തന്നെ ചെയ്യണം. ഓക്കെ, ഹെമി ചൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ മിൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഇല്ലാത്തത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് മിൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഈ ഹെമി നെറ്റ്വർക്കിൽ കാണാൻ പറ്റും. മിൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലറ്റിൽ കൺഫർമേഷൻ വരും. നിങ്ങളുടെ കയ്യിൽ ഹെമി നെറ്റ്വർക്കിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ ബ്രിഡ്ജ് ചെയ്ത് $2.5 വെർത്തായുള്ള ഇതേറിയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മിൻറ്റിങ് കംപ്ലീറ്റ് ആവും. ഞാനിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ മിൻറ്റിങ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് മിൻറ്റിങ് എന്നുള്ളതാണ്. ഇനി മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അതാണ് ഇവിടെ പറയുന്ന 2 വെരിഫിക്കേഷൻ, മിനിമം 2 വെരിഫിക്കേഷൻസ് മെയിനെറ്റ് കഴിയുന്നതിന് മുൻപ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഓരോ പ്രാവശ്യം വെരിഫൈ ചെയ്യുമ്പോഴും 500 പോയിൻറ്റ്സ് വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഒരാഴ്ച 2 പ്രാവശ്യമാണ് നമുക്ക് മാക്സിമം വെരിഫൈ ചെയ്യാൻ പറ്റുക. ആ 2 പ്രാവശ്യം കൂട്ടുമ്പോൾ 1000 പോയിൻറ്റ് നമുക്ക് ഓരോ ആഴ്ചയും വെരിഫിക്കേഷൻ വഴി മാത്രം ചെയ്യാൻ പറ്റും. മിനിമം 2 വെരിഫിക്കേഷൻ എന്നാണ് ഉള്ളത്. മെയിനെറ്റ് കഴിയുന്നതിന് മുൻപ് ഓരോ ആഴ്ചയും നമുക്ക് 2 പ്രാവശ്യം വെച്ച് വെരിഫൈ ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ ആഴ്ചയും 1000 പോയിൻറ്റ്സ് വെച്ച് ഏൺ ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി എങ്ങനെ വെരിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഹെമിയിലേക്ക് ഇടുന്നു. അതിനുശേഷം വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു സെഷൻ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ്നെറ്റിൽ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫേസ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ 2 അക്കൗണ്ടുകൾ വെച്ച് ഫാം ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സെയിം ഫേസ് വെച്ചുകൊണ്ട് 2 അക്കൗണ്ടും വെരിഫൈ ചെയ്യരുത്. സിബിലിൽ പെടും, നിങ്ങളുടെ അക്കൗണ്ട് പോകും. ഇതൊരു ആൻറ്റി സിബിൽ മെക്കാനിസം തന്നെയാണ് ഈ ഒരു ഡെമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബിഗിൻ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ PC-യിൽ വെബ് ക്യാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എൻറോൾമെൻറ്റ് കൊടുക്കുക. ക്യാമറ ഓപ്പൺ ആവും, നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുക. ഇത്രയാണ് ചെയ്യാനുള്ളത്. ഞാനിവിടെ ചെയ്യുന്നത് കണ്ടിന്യൂ ഓൺ അനദർ ഡിവൈസ് ആണ്. കാരണം എൻ്റെ PC-യിൽ വെബ് ക്യാം ഇല്ല, ഞാൻ എൻ്റെ മൊബൈലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കണ്ടിന്യൂ ഓൺ അനദർ ഡിവൈസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു QR കോഡ് വരും. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിലെ QR കോഡ് സ്കാനർ യൂസ് ചെയ്തുകൊണ്ട് ഈ QR കോഡും സ്കാൻ ചെയ്യുക. ആപ്പോ കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട, നേരെ വെബ്സൈറ്റാണ് ഓപ്പൺ ആവുക. ഈ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, നേരത്തെ കാണിച്ച പോലെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറ ഓപ്പൺ ആവും, നിങ്ങളുടെ ഫേസ് ഒന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ ഫേസ് സ്കാൻ ചെയ്തു. എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫേസ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പ്രോസസ്സ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ഡൺ ക്ലിക്ക് ചെയ്യുക. ഡൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓൺ ചെയിൻ വെരിഫിക്കേഷന് വേണ്ടി ട്രാൻസാക്ഷൻ വാലറ്റിൽ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും 0 പോയിൻറ്റ് കുറേ 0 കഴിഞ്ഞിട്ട് 1 2 ഇതുവരെ മാത്രമാണ് ഇവിടെ എന്ത് വരുന്നത്, ഗ്യാസ് ഫീ ആയിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണുള്ളത്. ഇത് ഒറ്റ പ്രാവശ്യം തന്നെ കംപ്ലീറ്റ് ആവണമെന്നില്ല. ഇപ്പോൾ എറർ വരാൻ സാധ്യതയുണ്ട്. എറർ വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലത്, വരുന്നുണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിവിടെ കൺഫേം കൊടുക്കുന്നു. ഇവിടെ കാണാൻ പറ്റും കൺഫേം ട്രാൻസാക്ഷൻ ഇൻ യുവർ വാലറ്റ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം കഴിഞ്ഞ് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ 2 3 പ്രാവശ്യം കഴിഞ്ഞ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി ആവും. എൻ്റെ ഒറ്റ പ്രാവശ്യം തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ലാസ്റ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ 15 മണിക്കൂർ മുൻപാണ് ഒരു പ്രാവശ്യം വെരിഫൈ ചെയ്തത്. ഒരു പ്രാവശ്യം ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരുപാട് എറേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ പേജ് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് വീണ്ടും അപ്ഡേറ്റ് ആവും. ഓക്കെ, റിഫ്രഷ് ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ വെരിഫൈ ചെയ്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 4 2025 12:53 ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 12:54 നിലവിലെ സമയം. അപ്പോൾ കഴിഞ്ഞ ഒരു മിനിറ്റിന് മുമ്പ് ഞാൻ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 പ്രാവശ്യമെങ്കിലും മെയിൻ നെറ്റ് കഴിയുന്നതിന് മുൻപ് നിങ്ങൾ ടെസ്റ്റ് നെറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും ചെയ്യണം, മെയിൻ നെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ചെയ്യണം. ഓക്കെ, മിനിമം 2 വെരിഫിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പ്രാവശ്യം മിനിമം വെരിഫിക്കേഷൻ നിങ്ങൾ മെയിൻ നെറ്റ് കഴിയുന്നതിന് മുൻപ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. ഓക്കെ, മിൻറ്റ് ചെയ്യണം, 2 പ്രാവശ്യം വെരിഫൈയും ചെയ്യണം. ഇത്രയുമാണ് ടെസ്റ്റ് നെറ്റ് ചെയ്തവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ടാസ്ക്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്സ് എല്ലാം മെയിൻ നെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. മെയിൻ നെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വേണം, എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് മെയിൻ നെറ്റ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ,
അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ പേജിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഒരുപാട് ടാസ്കുകൾ കാണാം. ഓക്കെ, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക, മിൻറ്റ് ചെയ്യുക, എല്ലാം തന്നെ. ഓക്കെ, മിൻറ്റിങ് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫണ്ട് ലോസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഹോൾഡ് ചെയ്യാനുള്ള ടാസ്കുകൾ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം ഇവിടെയൊക്കെ നമ്മുടെ ഫണ്ട് ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ ഇക്വിറ്റി ലോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിൻറ്റിങ് ചെയ്യാറില്ല, ഹോൾഡ് ചെയ്യുന്ന ടാസ്കുകൾ ചെയ്യാറില്ല. ഞാൻ സ്റ്റേക്കിങ്, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക, സ്വാപ്പിംഗ് എല്ലാം തന്നെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്, ഹെമി നെറ്റ്വർക്കിൽ വോളിയം ഉണ്ടാവുക, ഇവർ പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ വോളിയം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബെലൂഗാൻ്റെ ഹെമി സ്റ്റാർട്ടർ പാക്ക് ആണ്. ഇത് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ഇത് ചെയ്യാൻ പറ്റില്ല, റെട്രോആക്റ്റീവ് ആണ്, തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, റെട്രോആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റിങ്ങും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചെയ്ത വർക്ക് പോയിന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ലൈവ് എന്ന് വരും, ഇതുപോലെ ലൈവ് എന്ന് വരും. ലൈവ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിമോസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി പറയുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. സുഷിയിൽ, OKUയിൽ, ഇസുമിയിൽ, ഡോഡോ എല്ലാം ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. മിൻറ്റ് ചെയ്യുന്ന ടാസ്കുകളൊന്നും, പ്രത്യേകിച്ച് VUSDൻ്റെ ടാസ്കുകളൊന്നും ചെയ്യാതിരിക്കുക. കാരണം VUSD എന്ന് പറഞ്ഞപ്പോൾ ബീറ്റ ടെസ്റ്റിങ്ങിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഫണ്ട് ലോസ്റ്റ് ആവാം. ഇവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ യൂസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്വാപ്പിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാം. ഓക്കെ, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സ്റ്റേക്കിങ് അതുപോലെ തന്നെ സ്വാപ്പിംഗ്, ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇത്രയും പെയറുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഹെമി BTC/USDC ഉണ്ട്, USDCE/USDT ഉണ്ട്, ഒരുപാട് പെയേഴ്സ് ഉണ്ട്. എല്ലാ പെയേഴ്സിലും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വോളിയം വളരെ കുറവാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാനതും ചെയ്യാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടി എന്ത് ചെയ്യാം, ഇസുമിയിൽ എങ്ങനെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ ഇസുമിയിലേക്ക് പോവുകയാണ്. ഇവിടെ പ്രൊവൈഡ് LP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ചെയ്യുന്നത് മെയിനായിട്ട് സ്വാപ്പിംഗ് അതുപോലെ തന്നെ സ്റ്റേക്കിംഗ്, ഈ രണ്ട് കാര്യം മാത്രമാണ്. നിങ്ങൾ ഇതുപോലെ ഇസുമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, ഹെമി ചൂസ് ചെയ്യുക, ആഡ് ലിക്വിഡിറ്റി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടോക്കൺ ഏത് പെയറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പോഴും ഇതേറിയം ചെയിനിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതേറിയം ചെയിനിലേക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഇസുമിയിലേക്ക് തന്നെ വീണ്ടും വരാം. ഇസുമിയിൽ നമുക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള പെയർ പ്രൊവൈഡ് ലിക്വിഡിറ്റി ടു ദ ഫോളോയിങ് പെയർസ് എന്ന് പറയുന്നത് ഹെമി BTC/USDCE എന്ന പെയറുണ്ട്, USDCE/ഇതേറിയം എന്ന പെയറുണ്ട്, ഹെമി BTC/ഇതേറിയം എന്ന പെയറുണ്ട്, VUSD ആണ് എന്തായാലും ചെയ്യുന്നില്ല, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഹെമി BTC/USDC എന്ന് പറയുന്ന പെയറിലേക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇസുമി ആണെങ്കിൽ ഇസുമി എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കയറുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെറ്റ്വർക്ക് മാറ്റി ഹെമി ആക്കണം, അത് മറന്നു പോരുത്, എപ്പോഴും ഹെമി ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുത്ത പെയർ ഏതാണ്, ഹെമി BTC/USDCE. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഹെമി BTC ഇവിടെ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം / ഏതാണ്, USDCE. അതുകൊണ്ട് തന്നെ USDCE കൊടുത്തു. ഫീ ടയർ 0.05% കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എത്രത്തോളം എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എറേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് ഡീവിയേഷൻ കാണാൻ പറ്റുന്നുണ്ട് ലിക്വിഡിറ്റി പൂളിൽ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പ്രൈസ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കിയാണ്. വളരെ പ്രൈസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്വിറ്റി വളരെയധികം ലോസ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഹെമി BTCയും അതുപോലെ തന്നെ USDCEയും ബാലൻസ് വേണം. ഇതെവിടെ നിന്നാണ് കിട്ടുക, ഇതുപോലെ ഏത് പെയറാണെങ്കിലും ഇവിടെ ഒരുപാട് പെയർസ് നമുക്ക് വായിക്കാൻ വരുന്നുണ്ടല്ലോ. ഇവിടെ കാണാൻ പറ്റും ഹെമി BTC/ഇതേറിയം ഉണ്ട്, അതുപോലെ തന്നെ ഹെമി BTC/USDCE ഉണ്ട്. അപ്പോൾ ഈ USDCEയും ഹെമി BTC ഒക്കെ എവിടെ നിന്ന് കിട്ടും, നമ്മളിതുപോലെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 ടോക്കൺസ് ബാലൻസ് ഉണ്ടാവണം നമ്മുടെ വാലറ്റിൽ. ഈ 2 ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഹെമിയുടെ തന്നെ ടണലിംഗ് പേജിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് സ്വാപ്പ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. സ്വാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുഷിയിലേക്ക് പോകും. സുഷിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കയ്യിലുള്ള ഇതേറിയം ഹെമി നെറ്റ്വർക്കിലേക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ബ്രിഡ്ജ് ചെയ്ത ഇതേറിയം ഏത് ടോക്കൺ ആക്കി വേണമെങ്കിലും സ്വാപ്പ് ചെയ്യാൻ പറ്റും. USDCE ആക്കണോ ആക്കാം, നിങ്ങൾക്ക് ഹെമി BTC ആക്കണോ ആക്കാം, ഏത് വേണമെങ്കിലും എത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് 0.0001 ആണ് ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ 4 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം എമൗണ്ട് വേണോ അത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൊടുക്കാം. അത് നിങ്ങൾക്ക് ഹെമി BTC ആക്കി സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കൺഫർമേഷൻ വരും. കൺഫേം കൊടുത്താൽ നിങ്ങൾക്ക് ഈ കോയിൻസിൻ്റെ എല്ലാം ബാലൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഏത് കോയിൻ വേണമെങ്കിലും ഇവിടെ പറയുന്ന ഹെമി BTC ആയിക്കോട്ടെ, USDCE ആയിക്കോട്ടെ, ഏത് ടോക്കൺസ് നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ട് സ്വാപ്പ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പെയറാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഹെമി BTC/USDCE ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സുഷിയിലേക്ക് വന്നതിന് ശേഷം ഇതേറിയം സ്വാപ്പ് ചെയ്തുകൊണ്ട് ഹെമി BTC ആക്കണം.
ഹെമി BTC കഴിഞ്ഞാൽ USDC ഇയും ആക്കണം. ഈ 2 ടോക്കൺസും സെയിം അളവിൽ വേണം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ 12 USDC ആണ് എൻ്റെ ബാലൻസ്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെമി BTC/USDC എന്ന് പറയുന്ന പെയറിലേക്കാണ് ഞാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഹെമി BTCയും വേണം, USDC ഇയും വേണം. രണ്ടിൻ്റെ എമൗണ്ട് സെയിം ആവുകയും വേണം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഞാൻ 12 USDC ഇവിടെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രത്തോളം ഹെമി BTC വേണം. എങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അതാണ് ഞാൻ പറഞ്ഞത് പ്രൈസ് ഡീവിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. വളരെയധികം പ്രൈസ് ഡീവിയേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാത്തത്. ഓക്കെ, എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ വോളിയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടാസ്ക് ചെയ്യാത്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കാണാൻ പറ്റുക ഇവിടെ അല്ല, ഈ ഒരു ഡാഷ്ബോർഡിലല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ ടാസ്കുകളും ഇപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യുന്നതും സ്റ്റേക്ക് ചെയ്യുന്നതും എല്ലാ പോയിന്റുകളും നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 500 പോയിന്റ് വെച്ച് ഈ ടാസ്ക് ചെയ്താൽ കിട്ടും, 500 ഈ ഒരു ടാസ്കിന് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് 8x 10x എന്നൊക്കെ പറയുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം മൾട്ടിപ്ലയർ ആണ്. എത്രത്തോളം വലിയ എമൗണ്ട്, ഇത്രത്തോളം വലിയ വോളിയം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള മൾട്ടിപ്ലയർ ആണ്. ഇത്രത്തോളം പോയിന്റ് ഇത്ര വോളിയത്തിനൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. നമ്മളുടെ വോളിയത്തിനനുസരിച്ച് നമുക്ക് പോയിന്റ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഇതിലൂടെ തന്നെയാണ് നമ്മൾ സ്റ്റേക്കിങ്ങും സ്വാപ്പിങ്ങും എല്ലാം തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പോവാം, യൂസ് ചെയ്യാം. ഇതിൻ്റെ പോയിന്റ്സ് കാണാൻ പറ്റുന്ന ഈ ലീഡർ ബോർഡിലല്ല. ലീഡർ ബോർഡ് കാണാൻ പറ്റും, എൻ്റെ കയ്യിൽ 0 പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, ഈ ഒരു ലീഡർ ബോർഡിൽ നമുക്ക് പോയിന്റ്സ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണ് ഇത് കാണാൻ പറ്റുക? കാണാൻ പറ്റുന്നത് സെയിം ഈ ഒരു മെയിനെറ്റ് പേജിലാണ്. ഇവിടെ വരിക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജിലേക്ക് പോകണം. ഓക്കെ, ഇവിടെ നിങ്ങൾ മെയിനെറ്റിലേക്ക് വന്നു, ഇവിടെ സ്റ്റേക്കിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് കാണാൻ പറ്റും. ഈ ഡാഷ്ബോർഡിലേക്ക് വന്നാൽ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഏകദേശം 12,78,000 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ സ്റ്റേക്കൊക്കെ ചെയ്തിരുന്നു. ഈ വീഡിയോക്ക് വേണ്ടി അൺസ്റ്റേക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പോയിൻറ്റ്സ് ഉള്ളത്. ഇപ്പോൾ ഈ വോളിയം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്രത്തോളം വലിയ എമൗണ്ട് വേണോ? വേണ്ട. നിങ്ങൾക്ക് സ്വാപ്പിംഗ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, ഓരോ പ്രാവശ്യം സ്വാപ്പ് ചെയ്യുമ്പോഴും ആ വോളിയം നിങ്ങളിപ്പോൾ $500 സ്വാപ്പ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം സ്വാപ്പ് കൊടുത്തു സുഷിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ സുഷിയിൽ വന്നതിന് ശേഷം നിങ്ങൾ $1000 സ്വാപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. $1000 വർത്തായുള്ള ഇതേറിയം നിങ്ങൾ USDC ഇയോ അല്ലെങ്കിൽ ഹെമി BTCയോ ഏതെങ്കിലും ആക്കി മാറ്റി, അല്ലെങ്കിൽ USDT ആക്കി മാറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്വാപ്പായി. അപ്പോൾ $500 ഞാനിവിടെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ട്രേഡിംഗ് വോളിയം എത്രയായി? ഹെമി നെറ്റ്വർക്കിലുള്ള $500 ആയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ വീണ്ടും USDT തിരിച്ച് ഇതേറി തന്നെ ആക്കുന്നു. അപ്പോൾ വീണ്ടും $500 വോളിയായേ. അപ്പോൾ വീണ്ടും $500 വോളിയം കണക്കായി. അങ്ങനെ 500ഉം $1000 വോളിയം അപ്പോൾ തന്നെ കണക്റ്റ് ആവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്പിൾ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോളിയം ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ദിവസം തന്നെ 10-100 ട്രാൻസാക്ഷനും ചെയ്യരുത്. ഒരു 5 എണ്ണം, മാക്സിമം 5 എണ്ണമൊക്കെ ചെയ്യാവുള്ളൂ. ഓക്കെ, ഒരുപാടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും, ബോട്ട് ആക്ടിവിറ്റി വരും. അപ്പോൾ നിങ്ങൾ ബോട്ടിനെ വെച്ച് ജീവിപ്പിക്കുകയാണെന്നുള്ള രീതിയിലേക്ക് മാറുകയും നിങ്ങളുടെ വാലറ്റ് സിബിലിൽ വിടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ചെയ്യരുത്. നിങ്ങൾ ഏത് ടോക്കണാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടത് അത് മാത്രം. ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്തായാലും ഒരു എക്സാമ്പിൾ, ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇതേറി എന്താക്കുകയാണ്, USDC ആക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമാണ്. സ്വിച്ച് ടു ഹെമി കൊടുക്കുന്നു, സ്വാപ്പ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ഇതേറിയം ഫോർ USDC എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൽ കൺഫർമേഷൻ വരും. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതുപോലെ കൺഫേം ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഗ്യാസ് ഫീ കാണാൻ പറ്റും, വളരെ കുറഞ്ഞ ഗ്യാസ് ഫീ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും എന്തോ ഒരു എററും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് എറേഴ്സും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഒരുപാട് എറേഴ്സ് എല്ലാ സമയവും വരുന്നുണ്ടോ. മൾട്ടിപ്പിൾ പ്രാവശ്യം ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കും സക്സസ് ആവുക. ഒരു 2-3 മണിക്കൂർ ചെയ്തിട്ട് കഴിഞ്ഞാൽ സക്സസ് ആവും, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് എറേഴ്സ് വരുന്നുണ്ട്. ഇതുപോലെ സ്വാപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ഡെയിലി. ഓക്കെ, ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒഴിവാക്കി പോകരുത്. ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ആക്ടിവിറ്റി കൗണ്ട് ആവും. പക്ഷേ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അത്രത്തോളം പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പോയിന്റ് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ എന്ത് ചെയ്യും, അലേർട്ട് ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുപോലെ വരിക, സ്വാപ്പിലേക്ക് പോവുക, സുഷിയിലേക്ക് വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും 2-3-4 പ്രാവശ്യം സ്വാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ നല്ലൊരു വോളിയം ജനറേറ്റ് ആയി. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ OKUലും ഒക്കെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, സുഷി തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് OKU, ഇസുമി ഇതിലെല്ലാം തന്നെ ഈ സ്വാപ്പ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഡാഷ്ബോർഡിലേക്ക് വരുന്നു, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സുഷി, OKU, ഇസുമി ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇസുമിയിലേക്ക് പോവുകയാണ്. ഇവിടെ എന്ത് ചെയ്യുക, സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്വാപ്പിൽ എന്തുണ്ട്, ഇതേറിയം ടു USDC ഉണ്ട്. എൻ്റെ കയ്യിലുള്ള ഇതേറിയം എത്രത്തോളം ഞാൻ കൊടുക്കണമെന്ന് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം USDC ഇവിടെ കിട്ടുന്നത് കാണിക്കും. ഞാനിവിടെ സ്വാപ്പ് കൊടുത്താൽ കൺഫർമേഷൻ വരും. അതെന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള USDC ഇതേറിയാക്കാണ്. ഇവിടെ എന്തെങ്കിലും എറർ വരുന്നുണ്ടോ നോക്കാമല്ലോ. ഓക്കെ, ഞാനിവിടെ 5 USDC എന്താണ് ഇതേറിയാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്രൂവ് USDC കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസാക്ഷൻ അപ്രൂവൽ നമ്മുടെ വാലറ്റിൽ വരും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, കൺഫേം ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ കാണാൻ പറ്റും ആ ഒരു ട്രാൻസാക്ഷൻ ഓൺഗോയിങ് ആണ്, എത്രത്തോളം കഴിഞ്ഞു, ഫെയിൽ ആയോ കംപ്ലീറ്റ് ആയോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹെമിയുടെ ഓൺ ചെയിനിൽ കാണാൻ പറ്റും. ഇവിടെ ഓൺ ചെയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എക്സ്പ്ലോററിലേക്ക് വരും. എക്സ്പ്ലോററിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയോ എന്നുള്ളത്. ഇവിടെ പെൻഡിങ് ആണ്. പെൻഡിങ് എന്നുള്ളത് കുറച്ച് സമയം കഴിഞ്ഞാൽ അപ്രൂവ് ആവും അല്ലെങ്കിൽ ഫെയിൽഡ് ആവും. ഓക്കെ, ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ചെയ്യേണ്ടി വരും. ഹെമി നെറ്റ്വർക്കിൽ വോളിയം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. എത്രത്തോളം വോളിയം കൂടുന്നു അത്രത്തോളം എയർ ഡ്രോപ്പ് എമൗണ്ട് നമുക്ക് കൂടും. അതാണ് ബേസിക്കലി പറഞ്ഞത്. അവിടെ കാണാൻ പറ്റും അപ്രൂവ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. എൻ്റെ USDC എന്തായിട്ടുണ്ട്, ഇതുവരെയുമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സ്പ്ലോററിലേക്ക് വന്നാലും ഇവിടെ സക്സസ് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ $5 വോളിയം ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ വലിയ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ തന്നെ നല്ലൊരു വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വീണ്ടും 2-3 സ്വാപ്പ് ഒരു ദിവസം ചെയ്യുക. ഒരു ദിവസം മാക്സിമം അത്ര ചെയ്യാൻ പാടുള്ളൂ. 10, 20, 100 ട്രാൻസാക്ഷനൊക്കെ ചെയ്താൽ വലിയ വോളിയം ജനറേറ്റ് ആവും. വലിയ എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യരുത്. അത് വലിയൊരു തെറ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഞാൻ കാണിച്ച പോലെ ഇസുമിയിലും സുഷിയിലും ഓക്കെയിലും എല്ലാം കയറി ഇതുപോലെ സ്വാപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാം. ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് ഇവിടേക്കുള്ള ടാസ്ക്. പക്ഷേ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ എക്വിറ്റി, നമ്മളിടുന്ന എമൗണ്ട് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന സ്വാപ്പിലൂടെയും സ്റ്റേക്കിങ്ങിലൂടെയും വോളിയം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഏറ്റവും സേഫസ്റ്റ് വേ. കുറച്ച് പോയിന്റ് നമുക്ക് കുറവ് തന്നെ ആയിരിക്കും, പക്ഷേ സേഫാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, പിന്നുള്ളത് മിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. ലിക്വിഡിറ്റി ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സ്റ്റേക്ക് ചെയ്യുക എന്നുള്ള ടാസ്ക് കൂടി നോക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. സ്റ്റേക്കിങ്ങും സ്വാപ്പിങ്ങും മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചെന്ന പോലെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ റിസ്ക്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു പേജിൽ സ്റ്റേക്ക് എന്ന് പറയുന്ന പേജിലേക്ക് വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ പേജിലേക്ക് വരും. ഇവിടെ നമ്മളുടെ കയ്യിലുള്ള കോയിൻസിൻ്റെ ബാലൻസ് കാണാം. എൻ്റെ കയ്യിൽ ഹെമി BTC ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച പോലെ സുഷിയിൽ വന്ന് സ്വാപ്പ് ചെയ്തതാണത്. ഓക്കെ, ഇതുവരെ സ്വാപ്പ് ചെയ്തുകൊണ്ട് ഹെമി BTC ആക്കിയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഹെമി BTC ഉണ്ട്. അതെനിക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ USDC ഉണ്ട്. അതും ഞാൻ കാണിച്ച പോലെ സുഷിയിൽ വന്നതിന് ശേഷം സ്വാപ്പ് ചെയ്തതാണ്. ഈ സുഷിയുടെ ഒക്കെ ലിങ്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഹെമിയുടെ തന്നെ പേജിൽ നിന്ന് ഈ ഒരു സ്വാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സുഷിയിലേക്കാണ് പോവുക. ഓക്കെ, നമുക്ക് ടെതർ ഗോൾഡ് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 3x പോയിന്റ് കിട്ടും, 3 ഇരട്ടി പോയിന്റ് കിട്ടും. ഓക്കെ, ടെതർ ഗോൾഡ് എവിടെ നിന്നാണ് കിട്ടുക? സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വാപ്പിലേക്ക് വരിക. ഇവിടെ USDT മാറ്റിയിട്ട് ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ടെതർ ഗോൾഡ്. ഇതാണ് ടെതർ ഗോൾഡ് XAUT. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം എമൗണ്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് XAUT കിട്ടുമെന്ന് കാണിക്കും. സ്വാപ്പ് കൊടുക്കുക. ഈ ഒരു ട്രാൻസാക്ഷൻ ഇതുപോലെ സ്വാപ്പിംഗ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ബാലൻസ് കാണാൻ പറ്റും. സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എക്സാമ്പിളിന് വേറെ കോയിൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ USDC സെലക്ട് ചെയ്യാണ്. സ്റ്റേക്ക് കൊടുക്കുന്നു. സ്റ്റേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് സ്റ്റേക്ക് ചെയ്യണമെന്ന് ചോദിക്കും. എൻ്റെ കയ്യിലുള്ളത് 12 ആണ്. ഞാനൊരു 5 കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ സ്റ്റേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ പെൻഡിങ് വരും. ട്രാൻസാക്ഷൻ എൻ്റെ വാലറ്റിൽ കൺഫർമേഷൻ വരും. അപ്പോൾ നമുക്ക് വാലറ്റിൽ വേണമെങ്കിൽ കൺഫർമേഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാലറ്റിൽ കൺഫർമേഷൻ കൊടുക്കുക. ചിലപ്പോൾ എറർ ആവും, ചിലപ്പോൾ സക്സസ് ആവും. ചില സമയത്ത് സക്സസ് ആവാറുണ്ട്, ചില സമയത്ത് എററും ആവാറുണ്ട്. എറർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച പോലെ വീണ്ടും ചെയ്യേണ്ടി വരും. സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അത് പെൻഡിങ്ങിലാണുള്ളത്. അത് അപ്രൂവ് ആയിട്ടുണ്ട്. ഇനി സ്റ്റേക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പെൻഡിങ്ങിലാണുള്ളത്. ഇതായി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റേക്കിംഗ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും ഇത് ഫെയിലാണ് ആയിട്ടുള്ളത്. വേണമെങ്കിൽ ട്രൈ അഗൈൻ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ വീണ്ടും ആ ഒരു ട്രാൻസാക്ഷൻ ട്രൈ അഗൈൻ കൊടുത്ത സമയത്ത് എനിക്കിവിടെ സ്റ്റേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എത്രേ ഉള്ളൂ, 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആവുള്ളൂ. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും സർക്കിളിൻ്റെ USDC ഞാൻ $5 വർത്തായുള്ളത് സ്റ്റേക്ക് ചെയ്തു. ഞാനിപ്പോൾ രണ്ടാമതൊരു ട്രാൻസാക്ഷൻ ട്രൈ അഗൈൻ കൊടുത്തല്ലോ, അതുകൊണ്ട് 2 പ്രാവശ്യമായി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും 10 മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേക്ക് ചെയ്യുന്ന എമൗണ്ട് എത്രത്തോളം വലുതാണോ അത്രത്തോളം പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കൂടും ഡെയിലി. ഓക്കെ, ഇത് ലൈവാണ്. ഓരോ ദിവസം പോയിന്റ് അപ്ഡേറ്റ് ആവുന്ന കാണാൻ പറ്റും. ഈ 10 പകരം ഒരാൾ എന്ത് ചെയ്തു, $1000 സ്റ്റേക്ക് ചെയ്തു. അപ്പോൾ അയാൾക്ക് എന്നെക്കാളും 10 ഇരട്ടി പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ 100 ഇരട്ടി പോയിന്റ് കിട്ടും. ഇനി സ്റ്റേക്ക് വേറെ ചെയ്യണോ, സ്റ്റേക്ക് മോർ കൊടുക്കുക. ഹെമി BTC എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇതും സ്റ്റേക്ക് കൊടുക്കുന്നു. ഞാൻ മാക്സിമം എൻ്റെ കയ്യിലുള്ള മുഴുവൻ ഹെമി BTC ഇപ്പോൾ സ്റ്റേക്ക് ചെയ്യാൻ പോവാണ്. സ്റ്റേക്ക് ക്ലിക്ക് ചെയ്തു. ഇവിടെ എറേഴ്സ് ഒരുപാട് വരും കേട്ടോ. ഇത്രേ ചെയ്യാനുള്ളൂ. സ്വാപ്പ് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യുക, പോയിന്റ്സ് ഏൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്താൽ മതി. അതിലൂടെ ഒരുപാട് പോയിന്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. എറർ വരാനുള്ളതല്ല, ഫണ്ട് തന്നെ പോകാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. കാണിച്ചത് പോലെ ഡെയിലി വന്നിട്ട്
ഞാൻ അലേർട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് അലേർട്ട് വരുന്ന സമയത്ത് അപ്പോൾ തന്നെ കയറി ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എന്തൊക്കെയാണ് ടാസ്കുകൾ? സ്വാപ്പുകൾ മിനിമം ഒരു 5 ഒരെണ്ണം തൊട്ട് 5 എണ്ണം വരെ ചെയ്യുക. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസാക്ഷൻ ആവും. സ്പാം ചെയ്യുന്ന പോലെ ട്രാൻസാക്ഷൻ ചെയ്യരുത്. അതാണ് ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇത്ര എണ്ണമേ ചെയ്യാൻ പാടുള്ളതൊന്നുമില്ല. സ്പാം ആക്കരുത്. ഓക്കെ, ഒരുപാട് ട്രാൻസാക്ഷൻ സ്പാം ചെയ്ത് കഴിഞ്ഞാൽ ബോട്ട് ആക്ടിവിറ്റി ആവും. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വരിക, സ്വാപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറൻസീസൊക്കെ USDT USDC അതുപോലെ ടെതർ ഗോൾഡ് എല്ലാം ആക്കി മാറ്റുക. സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. സ്റ്റേക്ക് ചെയ്യാൻ അധികം ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാപ്പ് തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. സ്റ്റേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്ന് സ്റ്റേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് അവിടെ സേഫാണ്. പിന്നീട് നമുക്ക് ഇങ്ങനെ അതൊന്ന് പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ അൺസ്റ്റേക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ മാക്സിമം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അൺസ്റ്റേക്ക് കൊടുത്താൽ എന്താവും, അൺസ്റ്റേക്ക് ആവും. അപ്പോൾ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് തിരിച്ച് എമൗണ്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് ഹെമി മെയിനെറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് മെയിനെറ്റിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ഫണ്ടുള്ളവർക്ക് അത് ചെയ്യാം. ഫണ്ടില്ലാത്തവർ എന്ത് ചെയ്യുക, ടെസ്റ്റ്നെറ്റിൽ നിന്നും ബാക്കി എയർ ഡ്രോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ഫണ്ടിൻ്റെ എങ്കിലും 50% മാറ്റി വെക്കുക. ഇതുപോലെ $10 വെച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റ്നെറ്റ് ചെയ്തവർ തീർച്ചയായിട്ടും ടെസ്റ്റ്നെറ്റും മെയിനെറ്റും ചെയ്തവരെല്ലാവരും ഡിമോസിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു ഡെമോ സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഇത് ഉറപ്പായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. 2 പ്രാവശ്യമെങ്കിലും മിനിമം മെയിനെറ്റ് കഴിയുന്നതിന് മുൻപ് വെരിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ പോയിൻറ്റ്സും വെറുതെയാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, എയർ ഡ്രോപ്പ് കിട്ടില്ല. ഓക്കെ, ഇത് കാണാൻ പറ്റും. ഞാനിപ്പോൾ സ്റ്റേക്ക് ചെയ്ത ഹെമി BTC ഇവിടെ സ്റ്റേക്ക് ആയിട്ടുണ്ട്. നാളെ മുതൽ ഇതിൻ്റെ പോയിൻറ്റ്സും എനിക്കിവിടെ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതും $12 മാത്രമാണ് വർത്ത്. ഇപ്പോൾ കാണാൻ പറ്റും ടോട്ടൽ ഞാൻ $28 വർത്തായിട്ടുള്ള എമൗണ്ട് അസറ്റ്സ് ഇവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അസറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ്. അതാണ് മെയിനെറ്റിൻ്റെ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കുറഞ്ഞ എമൗണ്ടുകൾ വെച്ച് ചെയ്യാതെയും ഇരിക്കരുത്. ഓക്കെ, കുറച്ചെങ്കിലും മോളിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റേക്ക് ചെയ്യാതെ എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, സ്വാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താവും, എൻ്റെ കയ്യിൽ വോളിയം ജനറേറ്റ് ആവുകയാണ്. ഡെയിലി ചെയ്യണം കേട്ടോ. ഈ ഒരു മെയിനിറ്റ് കഴിയുന്നത് വരെ നിങ്ങൾ സ്വാപ്പുകൾ ഡെയിലി ചെയ്യുക. 1-2 ദിവസം ചെയ്തിട്ട് വിട്ട് കളയരുത്. ടെലഗ്രാമിൽ ഞാൻ ഡെയിലി അലേർട്ട് ഇടും. ആ സമയത്ത് എന്ത് ചെയ്യുക, ഹെമിയിൽ വരിക. ഇതുപോലെ സ്വാപ്പിലേക്ക് വന്നതിന് സുസിയിലേക്കും OKUവിലേക്കും ഇസുമിയിലേക്കും എല്ലാം പോയി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പുകൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോം തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഒരു ദിവസം നിങ്ങൾ ഇസുമിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം OKU യൂസ് ചെയ്യുക. അടുത്ത ദിവസം വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോം കണ്ടല്ലോ. ഡോഡോ ഉണ്ട്, ഇസുമി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓരോ ദിവസം ചെയ്യുക. ഒരു പ്ലാറ്റ്ഫോം തന്നെ എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്നില്ല. യൂസ് ചെയ്ത ഒരു പ്രശ്നമില്ല. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, സ്വാപ്പുകൾ ചെയ്യുക. ലിക്വിഡിറ്റി വേണ്ടവർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഞാൻ കാണിച്ചു തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി പ്രൊവൈഡിൻ്റെ ടാസ്ക്കും ആവും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി സ്റ്റേക്ക് ചെയ്ത പോലെ തന്നെ അതിന് പോയിൻറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നമുക്ക് മാക്സിമം കൂട്ടേണ്ടത് ഈ ഒരു പോയിൻറ്റ്സ് ആണ്. ഇത് കൂടുന്തോറും നമുക്ക് ഇടുന്ന എയർ ഡ്രോപ്പ് അലോക്കേഷനും കൂടും. ഓക്കെ, അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും, എങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വീഡിയോസ് വേണോ, മെയിനിറ്റുകൾ വേണോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നമ്മൾ ഇത് വെക്കുക. ഡെയിലി അപ്ഡേറ്റ്സും കൃത്യമായ സമയത്ത് അപ്ഡേറ്റ്സും കിട്ടാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മറക്കാതിരിക്കുക. അത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.